കൃഷ്ണവിലാസത്തിൽ പുഷ്പന്റെ വീടാണ് തോരാതെ പെയ്ത മഴയിൽ തകർന്നു വീണത്. 8 മാസമേ ആയുള്ളൂ പുതുതായി പണിത വീട്ടിൽ താമസമായിട്ട്. കടയ്ക്കൽ കോട്ടപ്പുറത്ത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പെയ്ത ശക്തമായ മഴയിൽ വീട് തകർന്നു വീണു. കോട്ടപ്പുറം കൃഷ്ണവിലാസത്തിൽ പുഷ്പന്റെ വീടാണ് കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത മഴയിൽ തകർന്നു വീണത്. രാത്രിയിൽ വീട്ടിലുള്ളവർ ഉറക്കമായതിനു ശേഷമാണ് വലിയ ശബ്ദത്തോടുകൂടി വീടിന്റെ ഭിത്തി ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഇടിഞ്ഞു വീണത്. വീട്ടുകാർ ഭയന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. വീട് പണി പൂർത്തിയാക്കി താമസമായിട്ട് 8 മാസം മാത്രമാണ് ആയത്. രാത്രി 11:30 മണിയോടുകൂടിയായിരുന്നു സംഭവം. ഏകദേശം 15 ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് പുതിയ വീട് നിർമ്മിച്ചത്. കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൽ വിവരമറിയിച്ചിട്ടുണ്ട്. നാളെ അധികാരികൾ വീട് സന്ദർശിക്കുമെന്നാണ് വീട്ടുകാരുടെ പ്രതീക്ഷ. പ്രകൃതിക്ഷോഭത്താൽ പലതരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് പൊതുജനത്തിന് വന്നുചേരുന്നത്. ഇന്നലെ രാത്രി ഒരു 11 മണി കഴിഞ്ഞു. 11 മണി കഴിഞ്ഞപ്പോഴേക്കും ഒരു വല്ലാത്ത ശബ്ദവും ഒരു വീഴ്ച കണക്കുള്ള സൗണ്ടും കേട്ട് ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ ആ റൂമിൽ കിടക്കുകയായിരുന്നു. പെട്ടെന്ന് എന്താണെന്ന് അറിയാൻ വയ്യാതെ ഞാനും കച്ചിയും കൂടെ കൈക്ക് പിടിച്ച് ഞാൻ പുറത്തേക്ക് പോവുകയാണ് ചെയ്തത്. പുറത്ത് വന്നിട്ട് നോക്കുമ്പോഴാണ് ഇതെല്ലാം കൂടെ മറിഞ്ഞ് വീട്ടിൻ്റെ അടിസ്ഥാനവും പുറത്തേക്ക് ഇടിഞ്ഞതായി കാണുന്നത്. മഴ പെയ്ത് മഴയിൽ സംഭവിച്ചതാണ്. വെള്ളം കെട്ടി നിന്ന് സംഭവിച്ചതാണ്. ഇപ്പോൾ ഈ ഒരു 8 മാസത്തോളം ആവും വീട് പണിതിട്ട് കെട്ടിയിട്ട്. പിന്നെ ഇത് തിരിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3-4 ലക്ഷം രൂപയ്ക്ക് പുറത്താവും ഇത് ചെയ്യാൻ. വീട്ടിൻ്റെ ക്ഷതങ്ങളും സംഭവിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഒരു കച്ചി വിളിച്ച് ജാക്കി കൊടുത്ത് നിർത്താൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവരെത്തിയിട്ടില്ല. പിന്നെ ആ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ച് പറഞ്ഞു. കക്ഷി വന്ന് നോക്കി. പിന്നെ ഇനി ഞായറാഴ്ച ആയതുകൊണ്ട് നാളെ അവർ വന്ന് എടുക്കാം, നാളെ പരാതി ഇവിടെ കൊടുക്കാമെന്നും പറഞ്ഞ് നിൽക്കുകയാണ്. തോരാതെ പെയ്ത മഴയിൽ സംഭവിച്ചതാണ്. 4 ലക്ഷം രൂപയോളം വേണ്ടി വരും ഇനി ഇത് റെഡിയാക്കി എടുക്കുന്നത്. കാണിച്ചു 12 പേര് വന്ന് നോക്കി. 12 പേര് വന്ന് നോക്കി. 4-ന്റെ മുകളിലും പറഞ്ഞവരുണ്ട് ചെയ്യുന്നത്. വീടിൻ്റെ ക്ഷതം നമ്മൾ ഹോട്ടലിലൊക്കെ ഉള്ളത് നമ്മൾ ഒന്നും പറയാനൊക്കത്തില്ല. അത് ചെയ്ത് ഇരിക്കാനേ പറ്റുമെന്ന് പറഞ്ഞു.